പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന പ്രിയപ്പെട്ട റോസ്ലിൻ സിസ്റ്റർ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായി നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പാദവൃത്തങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുക. പ്രാർത്ഥനയോടെ ഒരു നിമിഷമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങനോട് സംസാരിക്കണമേ എന്ന് ഒന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അമ്മ ആരൊക്കെ തയ്യാറായിരിക്കുന്നു അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വന്ന ബലഹീനതകളെ, താഴ്ചകളെ ദൈവത്തിൻ്റെ വചനം കേൾവിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് എന്തെങ്കിലും തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തിൽ വരവേണ്ട സമയമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തിനെ കാണുന്നില്ല, ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണനായിത്തീരണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോട് ആരായിരിക്കുന്നുവോ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ശക്തമായി സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങാമോ? അതരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മൾ സംസാരിക്കുവാൻ, മാനുഷികമായ വാക്കുകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവ് ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുക. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കഴിയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രാർത്ഥിക്കാമോ? പിതാവേ, ഹല്ലേലൂയ, അങ്ങയുടെ ശബ്ദമൊന്ന് എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന്, അങ്ങയുടെ ഇൻപ ശബ്ദം ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സാഹചര്യങ്ങളെ, അവസ്ഥകളെ മനസ്സിലാക്കി, ആവശ്യങ്ങളെ മനസ്സിലാക്കി, ഹല്ലേലൂയ, എൻ്റെ കുറവുകളെ മനസ്സിലാക്കി എന്നോട് സംസാരിക്കുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന, ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ഇരു ഫലവായി വചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മുടെ സന്ധി മജ്ജകളെ തുളച്ച് ആത്മീയ മണ്ഡലങ്ങളെ, മേഖലകളിൽ ഹല്ലേലൂയ കടന്നു ചെന്ന് ദൈവത്തിൻ്റെതായ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരട്ടെ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരു തലയുള്ള വാൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കും. ഒരു നിമിഷം നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനാദികാലങ്ങളായി ശാശ്വതമായി, ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുൻപ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് ഭക്തന്മാരിലൂടെ കുറിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് ഇന്ന് വരെ ഒരു വല്ലയ്ക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ അവസ്ഥകൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ ആശ്വാസം, നിങ്ങളുടെ ആവശ്യമില്ല, ഹല്ലേലൂയ, ആശ്വാസമില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ ആശ്വസിപ്പിക്കാൻ എൻ്റെതായ മാനുഷിക വാക്കിന് കഴിയത്തില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന രാത്രികാലം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ, നിങ്ങളുടെ ഏത് മേഖലകളിൽ, ഏത് സാഹചര്യങ്ങളിലും എവിടെ ആയിരുന്നാലും ഈ വചനം നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഹൃദയങ്ങളൊന്ന് ഒരുക്കിയാട്ടെ. ഹല്ലേലൂയ. വചനം പറയുന്നു, നല്ല നിലമാകുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ല നിലത്ത് ഇട്ട വിത്തുകൾ 30, 60, 100 മേനി ഫലം കായ്ച്ചു. നല്ല നിലമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ല ഹൃദയമാണ്. ഹല്ലേലൂയ. പാകത്തിന് ഹല്ലേലൂയ വിത്ത് വിതയ്ക്കാൻ പാകമാക്കിയ നിലം പോലെ ഹൃദയത്തെ ഒന്ന് ഒരുക്കി കൊടുക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ ദൈവവചനം വിത്താകുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹല്ലേലൂയ ഒരുക്കപ്പെട്ട മണ്ണിൽ വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ
പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. ഓ റബാര ശാന്തന ആമേൻ ഹല്ലേലൂയ. ഫെലിസ്ത്യർ ആമേൻ ഹല്ലേലൂയ മണ്ണിട്ട് മൂടിയ ഹല്ലേലൂയ കിണറിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ഇസ്ഹാക്ക് കുഴിക്കുവാൻ തുടങ്ങി ഹല്ലേലൂയ. അവന് പറഞ്ഞു ഇനി അവന് ആമേൻ ഹല്ലേലൂയ ഇനി അവന് വാക്തത്തിലേക്ക് എത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ട് അവന് നന്മകൾ നിൽക്കും, ഇതുകൊണ്ട് അവന് നന്മകൾ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ ഇനി ഇതോടെ നിന്നു എന്ന് വിധി എഴുതുമ്പോൾ ഇല്ല. ഹല്ലേലൂയ. ഇസ്ഹാക്ക് തന്റെ ജീവിതത്തിൽ നിന്ന് വിളിച്ചു പറയോ ആമേൻ ഹല്ലേലൂയ എൻ്റെ ആമേൻ പിതാക്കന്മാരുടെ കിണറുകൾ അവർ മണ്ണിട്ട് മൂടിയാൽ ഞാൻ കുഴിക്കും, വീണ്ടും കുഴിക്കും. ഹല്ലേലൂയ. 30, 60, 100 മേനി ഫലം കായ്ച്ചു എന്ന് വചനത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ നല്ല നിലമാകുന്ന ഹൃദയത്തെ ഒന്ന് ഒരുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി കാലം വിതയ്ക്കുന്ന വചനം നിങ്ങളിലും എന്നിലും മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഹല്ലേലൂയ സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടട്ടെ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയുന്നില്ലെങ്കിൽ ആമേൻ എന്റെ തെറ്റല്ല, നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ ഒരുക്കമില്ലായ്മയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നും ഒരുക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അയ്യോ ഇന്ന് ദൈവദാസൻ സംസാരിച്ചത് ആമേൻ എന്നോടുള്ള ദൂത് ആയിരുന്നില്ല, അല്ലെങ്കിൽ ആമേൻ എനിക്ക് ഒരു പ്രയോജനമില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഒരുക്കപ്പെടാത്തതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഹൃദയങ്ങളൊന്ന് ഒരുക്കിക്കൊണ്ട് ആമേൻ മനസ്സുകളൊന്ന് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാരങ്ങളൊന്ന് മാറ്റിവെച്ചുകൊണ്ട് ഹല്ലേലൂയ പൗലോസിനെ പോലെ ആകിയാൽ നാം സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആമേൻ മുറുകെ പറ്റുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഹല്ലേലൂയ വിട്ടുകൊണ്ട് ആമേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിന്റെ മുഖം നോക്കി ഒന്ന് ഓടുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഭാരങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, വേദനകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ മാറ്റണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് നോക്കാൻ കഴിയട്ടെ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഭാരങ്ങൾ വഹിച്ച, നമുക്ക് വേണ്ടി വേദനകൾ സഹിച്ച, നമ്മുടെ പാപത്തെ തന്റെ തോളിൽ ഏറ്റെടുത്ത, നമ്മുടെ ശാപത്തെ തന്റെ ഹല്ലേലൂയ ശിരസിൽ വഹിച്ച ആമേൻ തന്റെ അടിപ്പിണ്ടകൾ സൗഖ്യം നൽകുമെന്ന് അരുളി ചെയ്ത നിങ്ങൾക്കും എനിക്കും ഹല്ലേലൂയ സൗഖ്യം നൽകിയ, പാപസൗഖ്യം നൽകി ഹല്ലേലൂയ ക്രൂശിലാകമായി തീർന്ന ദൈവത്തിന്റെ കരം ആ വചനം ഇന്ന് രാത്രികാലം നിങ്ങൾ സംസാരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ വചനം വിളിച്ചു പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം ആമേൻ ഹല്ലേലൂയ നശിച്ചു പോകുന്നവർക്ക് പോഷത്വമോ ആമേൻ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവത്തിന് ശക്തിയാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആ രക്ഷിക്കപ്പെട്ട ജനത്തിന് ദൈവത്തിന് ശക്തിയാകണമെന്നുണ്ടെങ്കിൽ ഹൃദയങ്ങളൊന്ന് ഒരുക്കാട്ടെ. ഹല്ലേലൂയ. നല്ല ആമേൻ നിലമാകുന്ന ഹൃദയത്തെ ഇന്ന് രാത്രികാലം ഒരുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയമായി സംസാരിക്കേണ്ടതുണ്ട്, ദൈവത്തിന് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഒരുക്കാൻ കഴിയുമോ? ഹൃദയങ്ങളൊന്ന് ഒരുക്കാൻ കഴിയുമോ? കേൾപ്പാൻ വാഞ്ചിയും ആമേൻ ഹല്ലേലൂയ വാഞ്ചിയോടെ ഒന്നിരിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു കാംക്ഷ. ഹല്ലേലൂയ. സങ്കീർത്തന കാലം 42-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിളിച്ചു പറയുന്നത് പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നെന്ന് പറയുന്നത് പോലെ രാത്രികാലം പറയാൻ കഴിയുമോ? അതാ അങ്ങയുടെ ആത്മാവിനെ ഹല്ലേലൂയ കാംക്ഷിക്കുന്ന, അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയെ ആകാംക്ഷിക്കുന്ന ഒരു മാനിനെ പോലെ ഹല്ലേലൂയ ആമേൻ നീർത്തോട് തീരുന്ന ഒരു മാനിനെ പോലെ ആമേൻ അങ്ങയുടെ ആത്മാവിന്റെ ഒരു ശക്തിക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ക്രിയകൾക്ക് വേണ്ടിയിട്ട് ഞാനും കാംക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയട്ടെ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് വായുകളെ തുറന്ന് ഹൃദയങ്ങളൊന്ന് ഒരുക്കിക്കൊണ്ട് ദൈവത്തോടൊന്ന് പറയാമോ? ഹല്ലേലൂയ. അപ്പ എന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കണമേ, അപ്പ എന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവം, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ആമേൻ ഹല്ലേലൂയ ചൊരിഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഓരോ അവസ്ഥകളിലും, വേദനഘട്ടങ്ങളിലും, ഇല്ലായ്മകളിലും, ഒറ്റപ്പെടലുകളിലും ഹല്ലേലൂയ നിന്ദകളും പരിഹാസങ്ങൾ അനുഭവിക്കുമ്പോഴോ ആമേ കുഞ്ഞെ നീ വിചാരിച്ചു ആമേ ഞാൻ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ എന്നോട് കൂടെ നടക്കുവാൻ, എൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ, എൻ്റെ വേദന മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു ഹല്ലേലൂയ പ്രിയ മകനെ, പ്രിയ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രി കാലം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. വായുകളെ തുറന്ന് അതരങ്ങളെ തുറന്ന് ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷകളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. റീവാര ശംധരാധവന വൈഡവന ശംഖേ റീവാരഹദാരവന ശംധര റീവനവൈഡാരഹദാരവന ശംഖ മാനുഷ്യമായ വ്യാക്കുകൾ കമ്പ്രമായി ദൈവത്തിന് ആത്മാവ് സംസാരിക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ സമർപ്പണത്തോടെ. ഓ താങ്ക് യു ജീസസ്. Thank you, Jesus. Hallelujah. ഓ ശംഖു പിളർന്നതാണേ നിനക്കവൻ തന്നുയിൽ
തന്നതാണേ. ഹല്ലേലൂയ. എത്രയൊക്കെ പറയാൻ കഴിയും എനിക്ക് വേണ്ടി ചങ്ക് പിളർന്നു തന്ന, നമ്മെ ചങ്കിലെ ചോര മുഴുവൻ തന്ന് സ്നേഹിച്ചൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നുയിർ തന്നതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ, നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതാണേ. മക്കളെ എത്ര പേർക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ. പ്രാണൻ പിളർന്ന് ഹല്ലേലൂയ, ചങ്ക് പിളർന്ന് എന്നെ സ്നേഹിച്ചൊരു ദൈവം. ഹല്ലേലൂയ. ചങ്ക് പിളർന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഹല്ലേലൂയ തന്നുയർത്തുന്നൊരു നാഥനുണ്ട്. ഹല്ലേലൂയ. ആ നാഥൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പറയാൻ കഴിയോ? പാട്ടുകാരൻ പറയുന്നു, നോവിനുലയിൽ ഹല്ലേലൂയ പ്രിയ പ്രാണനുലഞ്ഞപ്പോൾ, ഹല്ലേലൂയ വേദനയിൽ തന്റെ പ്രാണനുലഞ്ഞപ്പോൾ, വേദനയിൽ തന്റെ പ്രാണൻ വേദന കൊണ്ട് ഹല്ലേലൂയ വേദന അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ ആ സമയത്ത് കണ്ടത് ദൈവപൈതലേ നിന്റെയും എൻ്റെ മുഖമാണ്. ഹല്ലേലൂയ. ആ പ്രാണപ്രിയൻ കണ്ടത് ഹല്ലേലൂയ നിന്നെയും എന്നെയും നെഞ്ചിൽ വഹിച്ചുകൊണ്ട് നെഞ്ചിൽ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ പ്രാണപ്രിയൻ ഹല്ലേലൂയ ക്രൂശിൽ യാഗമായി തീർന്നു, ചങ്ക് പിളർന്നു തന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ തൻ്റെ വേദനകൾ ആമേൻ കണക്ക് വയ്ക്കാതെ, തൻ്റെ ഹല്ലേലൂയ തൻ്റെ കഷ്ടതകൾ ഹല്ലേലൂയ ഓർക്കാതെ ഹല്ലേലൂയ നിങ്ങളെയും എന്നെ ഓർത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ തൻ്റെ മുഖം ഹല്ലേലൂയ പിതാവ് മറന്നു കളഞ്ഞ, അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് മുഖമൊന്നും മറച്ചു കളഞ്ഞ പിതാവിൻ്റെ മുഖത്തെ കാണാതെ ആ വേദനയിലോ ദൈവവേദന നിന്റെയും എൻ്റെയും മുഖം കണ്ട് നെഞ്ചിൽ ഹല്ലേലൂയ വഹിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ ഭാരങ്ങളെയും രോഗങ്ങളെയും ശാപത്തെയും തൻ്റെ സ്വന്തം തോളിൽ വഹിച്ചുകൊണ്ട് ഒരുവൻ കാൽവരി ക്രൂശിലായിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയോ? എൻ്റെ ദൈവം, എൻ്റെ ചങ്ക് പിളർന്ന് സ്നേഹിച്ച എൻ്റെ ദൈവം, അവസാനത്തുള്ള രക്തം എന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ കഴിയുമോ? ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഹല്ലേലൂയ എൻ്റെ കൂടെ ആരുമില്ല, ഹല്ലേലൂയ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ വേദന മനസ്സിലാക്കുവാൻ ആരുമില്ല. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാരങ്ങളെ വേദനകളെ മനസ്സിലാക്കുവാനോ പറഞ്ഞാൽ കേൾക്കാമോ സാധ്യതയുള്ള ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ രാത്രികാലം ദൈവത്തിന്റെ പൈതൽ പറയട്ടെ ഹല്ലേലൂയ. ചങ്ക് പിളർന്ന് സ്നേഹിച്ചൊരു ദൈവം, തന്നുയർ തന്നൊരു സ്നേഹം. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ നിന്നെ എന്നെ കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കണ്ണുകളടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനും നീതിമാനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പാദപ്പെട്ടു ഞങ്ങൾ കടന്നു വരുന്നപ്പ ഞങ്ങളെല്ലാവരും ബലഹീനത ഉള്ളവരാണപ്പ. നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരത്തിൽ വന്നുപോയ എല്ലാ ബലഹീനതകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബലഹീനതകൾ, കുറവുകൾ അതിന് തടസ്സമായി നിൽക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഏതാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ വ്യക്തികളോട് വ്യക്തിപരമായി ഹല്ലേലൂയ സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനം, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ഹല്ലേലൂയ വചനത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഒരിക്കലും അങ്ങനെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരോട് സംസാരിക്കുമാറാകണം. ദൈവകൃപയെ ഞങ്ങൾ മറച്ചാട്ടെ. സകലമാനം പുകഴ്ച അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം വീണ്ടും ആമേൻ ഹല്ലേലൂയ റോസ് ഫാമിലി ഗ്രൂപ്പിനോടൊപ്പം പ്രിയപ്പെട്ട അഡ്മിൻ സഹോദരി, പ്രിയപ്പെട്ട ആൻറ്റി, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, പ്രിയപ്പെട്ട റോസ്ലാൻഡിയോടൊപ്പം ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാരുടെ കുടുംബങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ, എന്നെ ശ്രദ്ധിക്കുന്നവരോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രികാലം വിളിച്ചറിയിക്കുന്നതിൽ ഹല്ലേലൂയ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. വീണ്ടും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വേഗത്തിലേക്ക് വചനചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുക്കപ്പെട്ടുള്ള പുസ്തകം ഹല്ലേലൂയ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ ഒരു വേദഭാഗമാണ് രൂത്ത് എഴുതിയ പുസ്തകം. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14
15 വാക്യമാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 14 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാറേ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അതാണ് പ്രധാനപ്പെട്ട വാക്യം നമ്മുടെ ചിന്തയുടെ. അവൻ അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ അവൻ പോഷകനും ആയിരിക്കും. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രിമാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രധാനമായി നമ്മൾ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് 14 വചനമാണ്. ഹല്ലേലൂയ. 14 വാക്യമാണ്. നോക്കണേ, 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സ്ത്രീകൾ നവോമിയോട് ഹല്ലേലൂയ ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ അവൻ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. നോക്കണേ, എന്തുകൊണ്ടാണ് എന്ത് സാഹചര്യത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഹല്ലേലൂയ സ്ത്രീകൾ അല്ലെങ്കിൽ അയൽവാസികളായ നവോമിയുടെ ഭവനത്തോട് ചേർന്ന് താമസിക്കുന്ന അയൽവാസികളായ ഹല്ലേലൂയ സഹോദരിമാർ വന്ന് നവോമിയുടെ ജീവിതത്തിൽ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ നൽകുമ്പോൾ, അല്ലെങ്കിൽ ലൂത്തിന്റെ ജീവിതത്തിൽ അവർക്ക് കുഞ്ഞിനെ നൽകുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ വന്ന് ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുന്നതും ഹല്ലേലൂയ കുഞ്ഞിനെ കുറിച്ചും ഹല്ലേലൂയ തന്റെ മരുമകളെ കുറിച്ചൊക്കെ ഹല്ലേലൂയ അവർ പറയുന്ന നല്ല വാചകങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. ഈ ചിന്തയ്ക്ക് വരുന്നതിന് മുൻപ് ഈ പുസ്തകത്തെക്കുറിച്ചും ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഇവരൊക്കെ കടന്നു വന്നതെന്നും ഹല്ലേലൂയ എങ്ങനെയുള്ള ജീവിതാനുഭവത്തിൽ കൂടിയാണ് അവർ കടന്നുപോയതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വചന ചിന്തയിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ഹല്ലേലൂയ പഴയ നിയമ പുസ്തകങ്ങളിൽ 66 പുസ്തകങ്ങൾ പഴയ നിയമ പുസ്തകത്തിൽ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകളുടെ പേരിൽ അല്ലെങ്കിൽ സഹോദരിമാരുടെ പേരിൽ എഴുതപ്പെട്ട 1-2 വചനങ്ങളുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം പ്രധാനമായ ഒരു വേദഭാഗ ചിന്തയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പുസ്തകമാണ് രൂത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് രൂത്ത് എന്ന സഹോദരിയുടെ ആ വ്യക്തിയുടെ പേര് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുത്തുകാരിലൂടെ അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവജന തത്വചിന്തകന്മാരിലൂടെയൊക്കെ എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് ഇതിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ച എനിക്ക് വെളിപ്പെടുത്തുന്ന 1-2 കാര്യങ്ങളെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവജന ചിന്തയിൽ അല്ലെങ്കിൽ നമ്മൾ വായിച്ച വചനത്തിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കണേ, ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിന് രൂത്ത് എന്ന വ്യക്തിയുടെ പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ന്യായമായിട്ട് അല്ലെങ്കിൽ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നവോമി എന്ന സ്ത്രീ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിച്ച ഹല്ലേലൂയ നല്ലൊരു തൻ്റെ വേദന ഘട്ടത്തിലും തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തെ മറന്നു കളയാതെ ദൈവത്തെയും ദൈവത്തിൻ്റെ വിശ്വാസത്തെയും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു നല്ലൊരു സഹോദരിയാണ് നവോമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രൂത്തിന്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചാണ് നമ്മൾ കൂടുതലും അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നവോമിയുടെ പേര് ആ പുസ്തകത്തിന് ഇടാത്തത്? ഹല്ലേലൂയ. നോക്കുമ്പോൾ നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ഇയ്യോബിന്റെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇയ്യോബിന്റെ ലൈഫിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീതിമാനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു. എങ്കിൽ പോലും തന്റെ ജീവിതത്തിലും പല നഷ്ടങ്ങളും വേദനകളും ഇല്ലായ്മയുടെ അവസ്ഥകളും ഹല്ലേലൂയ വളരെയേറെ പ്രയാസഘട്ടങ്ങളിലൂടെയൊക്കെ താൻ കടന്നുപോയി. ഹല്ലേലൂയ. നോക്കണേ, നമ്മൾ വചനം വായിക്കും ഇയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ ഹല്ലേലൂയ 7 പുത്രന്മാർ ഹല്ലേലൂയ 3 പുത്രന്മാരൊക്കെ നഷ്ടപ്പെട്ട് മൊത്തം 10 പേരെ നഷ്ടപ്പെട്ട് തൻ്റെ നന്മകൾ ഹല്ലേലൂയ ആടുമാട് മൃഗസമ്പത്തുകൾ നഷ്ടമായി, ദാസിദാസന്മാർ നഷ്ടമായി, ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടവനായി താൻ ആയിരിക്കുമ്പോൾ അതുമാത്രമല്ല തൻ്റെ ശരീരത്തിൽ വേദന കൊണ്ട് പ്രയാസത്തോടെ താൻ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം തനിക്ക് വേണ്ടി നിശ്ചയിച്ച സമയത്ത് തനിക്ക് നഷ്ടമായതൊക്കെ ദൈവം തിരിച്ചു നൽകുന്നതായിട്ടും 4-ാം തലമുറ വരെ ജീവിച്ചിരുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തിലെ വേദനകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഹല്ലേലൂയ നവോമിയുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ തൻ്റെ ജീവിതവും ഏകദേശമൊക്കെ ഇയ്യോബിന്റെ ജീവിതത്തിലെ നഷ്ടത്തെ പോലെയൊക്കെയാണ് നവോമിയുടെ ജീവിതത്തിലെ അനുഭവം. കാരണം എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ
നമുക്ക് നോക്കാം. ഒന്നാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. ഹല്ലേലൂയ. യഹൂദിയിലെ ബെത്ലഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. നോക്കണേ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. ഈ നവോമിയും കുടുംബവും 2 പുത്രന്മാരും താമസിച്ചിരുന്ന യഹൂദയിലെ ബെത്ലഹേമിൽ അന്ന് ഭരിച്ചിരുന്നത്, ന്യായപാലനം ചെയ്തിരുന്നത് ന്യായാധിപന്മാരായിരുന്നു. നമുക്കറിയാം, ദെബോറയെ പോലുള്ള, ശിംശോനെ പോലുള്ള, ഗിദെയോനെ പോലുള്ള ന്യായാധിപന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നിമിഷം അവർ ആയിരുന്ന സാഹചര്യത്തിൽ, അവരായിരുന്ന ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് മുഖാന്തരം ഹല്ലേലൂയ അവർ പാർത്തിരുന്ന യഹൂദിയിലെ ബെത്ലഹേം വിട്ട് മോവാബിയിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നു. നോക്കണേ, ഹല്ലേലൂയ. തന്റെ സ്വന്തം ഭവനമായ, സ്വന്തം ദേശമായ യഹൂദിയിലുള്ള ബെത്ലഹേമിൽ നിന്ന് അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിൽ നിന്ന് നവോമിയും കുടുംബവും തന്റെ ഭർത്താവും 2 ആൺമക്കളുമായിട്ട് അല്ലെങ്കിൽ പുത്രന്മാരുമായിട്ട് യാത്ര പുറപ്പെട്ട് ഹല്ലേലൂയ മോവാബ് എന്നൊരു ദേശത്തേക്ക് അവർ കടന്നു വരുന്നു. ഹല്ലേലൂയ. മോവാബിന്റെ ചരിത്രത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഹല്ലേലൂയ അല്പം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കണേ, മോവാബ് എന്ന ദേശത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ മോവാബ് എന്ന ദേശത്തിൽ ഹല്ലേലൂയ നവോമി ആയിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ തനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ. നോക്കണേ, സ്വന്തം ഭവനത്തിൽ നിന്ന് വേറൊരു ദേശത്ത് പരദേശിയായി പോകേണ്ടി വന്നു എന്ന് പറയുന്ന സ്വന്തം ദേശമല്ലാത്തടത്ത് പാർക്കേണ്ടി വന്നു. 2 സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ ദൈവം നൽകിയ തുണയെ തനിക്ക് നഷ്ടമായി. മാത്രമല്ല, തനിക്കുണ്ടായിരുന്ന 2 ആൺമക്കളും ഹല്ലേലൂയ നഷ്ടമാകുവാനിടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 2 മക്കളും മരിച്ചുപോയി. ഹല്ലേലൂയ. തനിക്ക് ആശ്രയമുണ്ടായിരുന്ന, തനിക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ വേണ്ടി ഇരുന്ന വ്യക്തികൾ തന്നെ കരുതേണ്ട, തനിക്ക് ആശ്വാസം പകരേണ്ട, തന്റെ വേദനകളിൽ ഹല്ലേലൂയ തന്റെ പ്രയാസഘട്ടങ്ങളിൽ തന്നെ കരുതേണ്ട തന്റെ ഭർത്താവും മക്കളും ആത്മക്കള് തന്നെ വിട്ട് നഷ്ടമായി പോകുമ്പോഴും ഹല്ലേലൂയ തന്റെ വിശ്വാസത്തിൽ താൻ വ്യതിചലിച്ചില്ല. അല്ലെങ്കിൽ തന്റെ വിശ്വാസത്തിൽ നിന്ന് ആ നവോമി എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭക്ത, ആ സ്ത്രീ സഹോദരി കടന്നുപോയില്ല. അതുകൊണ്ടാണ് നമ്മൾ രൂത്തിന്റെ ചില വാക്യങ്ങളിൽ ഹല്ലേലൂയ നമ്മളത് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ നവോമിയുടെ ജീവിതം രൂത്ത് എന്ന പേര് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ മോവാബ് എന്ന ദേശം പാപം നിറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വന്ന ഒരു തലമുറ പാർക്കുന്ന ദേശമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ, അല്ലെങ്കിൽ 75-ാമത്തെ വയസ്സിൽ അബ്രഹാം ഭവനത്തെ വിട്ട് ഇറങ്ങി ഹല്ലേലൂയ തന്റെ ചർച്ചക്കാരും പൊതുഭവനത്തൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവം പറഞ്ഞു, തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ അയക്കും. ഹല്ലേലൂയ, നീ അവിടെ കടന്നു പോകണം. വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാം ഹല്ലേലൂയ തനിക്കുള്ളതൊക്കെ നഷ്ടമായെങ്കിലും ദൈവം അടുത്തൊരു ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ ദൈവം തുറക്കാൻ ഇടയായി തീർന്നു. അടുത്ത നന്മയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നഷ്ടമാക്കി, നമ്മൾ സ്വന്തം ദേശത്തേക്ക് നഷ്ടമാക്കി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലത് നടക്കുമെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും പലവിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരും. അതുപോലെ തന്നെയാണ് നവോമിയുടെ ജീവിതത്തിലും അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ച സഹോദരന്റെ മകനായ ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. ലോത്തും കുടുംബവും പാർത്തിരുന്നത് ഹല്ലേലൂയ അബ്രഹാമും ഒക്കെ ഒരുമിച്ചായിരുന്നു അവർ പാർത്തിരുന്നത്. എന്നാൽ ഒരു സാഹചര്യം വന്നപ്പോൾ അബ്രഹാമിന്റെ ദാസന്മാരും ഇടയന്മാരും ലോകത്തിന്റെ ഇടയന്മാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഇത് കണ്ട ലോത്ത് പറഞ്ഞു, സഹോദര, നമ്മുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകാതിരിക്കാൻ നമുക്ക് 2 ഇടങ്ങളിലോട്ട് പോകാം, അല്ലെങ്കിൽ അബ്രഹാമായ സഹോദരൻ അങ്ങ് ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ലോത്ത് പച്ചപ്പുള്ള ഹല്ലേലൂയ കണ്ടാൽ നല്ലതെന്ന് തോന്നുന്ന ദേശത്തേക്ക് താൻ കടന്നുപോയി. എന്നാൽ ആ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ താൻ കടന്നുപോയത് പാപം നിറഞ്ഞ ദേശത്തിലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത, ദൈവത്തോട് മനുഷ്യരോട് ചെയ്യാൻ പാടില്ലാത്ത ദൈവത്തിന് നിരക്കാത്ത, മനുഷ്യന് നിരക്കാത്ത പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്കാണ് ലോത്ത് കടന്നുപോയത്. നോക്കണേ, 75-ാമത്തെ വയസ്സിൽ അബ്രഹാം തിരിച്ചു. തനിക്ക് പറഞ്ഞു, വാഗ്ദത്തം ദൈവം കൊടുത്തു, നിനക്ക് വാഗ്ദത്ത തലമുറ തരുമെന്ന് പറഞ്ഞു. താൻ കാത്തിരുന്നു. 99-ാം വർഷം അല്ലെങ്കിൽ 99 വയസ്സുള്ള അബ്രഹാം കാത്തിരിക്കുമ്പോൾ തന്റെ ഭവനത്തിലേക്ക് 3 ദൂതന്മാർ കടന്നു വന്ന് വിളിച്ചു പറയുന്ന കാര്യം എങ്ങനെയാണ്? ഹല്ലേലൂയ. അടുത്ത വർഷം ഞങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സാറ ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ
മാറോട് അണച്ചുകൊള്ളും. ഹാലലൂയ. ഇങ്ങനെ ദൂതൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഈ ദൂതന്മാർ കടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ എവിടെയാണ് ലോത്ത് താമസിച്ചത്, എവിടെയാണ് ലോത്ത് തിരഞ്ഞെടുത്തത്, ആ ദേശത്തിൽ നശിപ്പിക്കുവാനാണ് ഈ ദൂതന്മാർ തന്റെ യാത്ര പുറപ്പെട്ടത്. ഹല്ലേലൂയ. നോക്കിയപ്പോൾ അബ്രഹാം ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ 50 10 20 നീതിമാന്മാരുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവമേ ആ ദേശത്തെ നശിപ്പിക്കരുതേ, രക്ഷിക്കണമെന്നൊക്കെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ പോലും ഹല്ലേലൂയ നീതിമാനൊട്ടുമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ അബ്രഹാമിന്റെ മധ്യസ്ഥത കാരണം ലോത്ത് എന്ന സഹോദരനെ ദൈവം രക്ഷിക്കുവാൻ തീരുമാനിച്ചു. നോക്കണേ, അങ്ങനെ അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന ദൂതന്മാർ നേരെ കടന്നുപോയത് സോദോം ഗോമോറയിലാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ലോത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പുരുഷനാണെന്ന് മനസ്സിലാക്കിയ ലോത്തിനോട് ദൂതന്മാർ ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. നീയും നിന്റെ തലമുറകളും കുടുംബവുമായിട്ട് ഹല്ലേലൂയ നിങ്ങൾ വേഗം ഹല്ലേലൂയ കാണുന്ന മലയിലോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോകണം, ഈ ദേശത്ത് നശിപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ ദൂതന്മാരുടെ വാക്യം കേട്ട് ലോത്തും കുടുംബവും യാത്ര തുടങ്ങി. ഹല്ലേലൂയ. പകുതി വഴിയെ എത്തിയപ്പോൾ നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. നോക്കരുതെന്ന് പറഞ്ഞ വ്യക്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പു തൂണായി മാറി. ദൈവമക്കളെ അതിന്നൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ദൈവം നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്, അത് നോക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലും വിട്ടിട്ടാണ് ദൈവത്തിന്റെ വാക്ക് കേട്ട പുറത്ത് ഇറങ്ങി തിരിച്ചതെങ്കിൽ പിന്നിൽ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകരുത്. ഹല്ലേലൂയ. പിന്നിലുള്ള ഹല്ലേലൂയ നമ്മുടേതായ നന്മകൾ സമ്പത്തിനെ തിരിഞ്ഞു നോക്കരുത്. ദൈവമാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടത്തുമ്പോൾ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിൽ ഉറച്ച് മുന്നോട്ട് പോകുവാനിടയായിത്തീരും. നോക്കണേ, യോത്തിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു നഷ്ടം സംഭവിക്കാനിടയായിത്തീർന്നു. എന്നാൽ അതിന് ശേഷം നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അധികം ആരും അങ്ങനെ പറയാത്തതാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ലോത്തും തന്റെ 2 പെൺമക്കളും കൂടെ അവരിങ്ങനെ രക്ഷപ്പെട്ട് ഹല്ലേലൂയ ഈ ദേശം നശിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ഹല്ലേലൂയ പർവ്വതത്തിൽ അവർ കടന്നുപോയി. എന്നാൽ അവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ അവരുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാർ നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ട് ഹല്ലേലൂയ അനിയത്തിയും ചേച്ചിയും ചേർന്ന് ഹല്ലേലൂയ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പാപം ചെയ്യാനിടയായി തീർന്നു. പിതാവിന് മദ്യം കൊടുത്തിട്ട് ഹല്ലേലൂയ പിതാവിലൂടെ ഒരു തലമുറ പുറത്തു വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. 2 തലമുറ വരുന്നത് കാണാൻ കഴിയുന്നു. അതിൽ ഒരു തലമുറയാണ് ഹല്ലേലൂയ വചനം കുറിച്ചു, ഇവൻ മോവാബ്യർക്ക് പിതാവ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരിക്കലും നേരായ മാർഗത്തിൽ ജനിക്കാത്ത തലമുറ. ഹല്ലേലൂയ. നേരായ മാർഗത്തിൽ ജനിക്കേണ്ടതിനു പകരം നേരില്ലാത്ത മാർഗത്തിലൂടെ ഒരു തലമുറ പുറത്തു വരുന്നു. അവിടെ വചനം പറയുന്നു, അവൻ മോവാബ്യർക്ക് പിതാവ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ രൂത്തിന്റെ വംശമേത്, രൂത്ത് താമസിക്കുന്ന ദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിറഞ്ഞ അല്ലെങ്കിൽ പാപത്തിൽ വന്ന ഒരു തലമുറ താമസിക്കുന്ന ഇടമാണ് മോവാബ്. ഹല്ലേലൂയ. ആ ദേശത്തേക്കാണ് ഹല്ലേലൂയ നവോമി കടന്നു വരുന്നത്. ആ ദേശത്ത് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു പാപത്തിൽ നിന്നൊരു തലമുറ പുറത്തു വരുന്നു. പാപത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയിൽ നിന്ന് വരുന്ന ഒരു സഹോദരിയാണ് രൂത്ത്. നമുക്കറിയാം നവോമിയുടെ 2 ആത്മാക്കളുണ്ട്. അതിലൊരു മകന് വേണ്ടിയിട്ടാണ് രൂത്തിനെ ഹല്ലേലൂയ നവോമി വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നത്. ക്ഷമിക്കുക രൂത്തിന് ഹല്ലേലൂയ 2 ആൺമക്കളുണ്ട്. അവർക്ക് വേണ്ടി 2 സഹോദരിമാരെ മോവാബിൽ നിന്ന് എടുക്കാനിടയായി തീർന്നു. അതിലൊരു സഹോദരിയാണ് രൂത്ത്. ഹല്ലേലൂയ. നോക്കണേ, നവോമിയുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ തന്റെ 2 മക്കൾ നഷ്ടമായി പോയി, ഭർത്താവ് നഷ്ടമായി പോയി. ഹല്ലേലൂയ. എന്നിട്ടും താൻ പറയുന്നൊരു കാര്യമുണ്ട്. മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടെ നിൽക്കണ്ട. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പൊക്കോളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ച് വിടുമ്പോഴും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴും അവിടെ പാപത്തിൽ നിന്ന് വന്ന തലമുറയിൽ നിന്ന് ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. നോക്കണേ, അമ്മായിയമ്മയുടെ വിശ്വാസം കണ്ട് ഒരു തലമുറ ഒരു പാപത്തിൽ നിന്ന് ജനിച്ചൊരു തലമുറയിൽ നിന്ന് ഒരു വ്യക്തി ഹല്ലേലൂയ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് രൂത്ത്. ഹല്ലേലൂയ. നോക്കണേ, പാപത്തിൽ നിന്ന് ജനിച്ചൊരു തലമുറയിൽ നിന്ന് മോവാബ്യ വംശത്തിൽ നിന്ന് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസത്തെ പിൻപറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹല്ലേലൂയ സഹോദരി വരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പാപത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഹല്ലേലൂയ ദൈവ മുഖാന്തരം രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കുവാനും പാപത്തിൽ നിന്ന് ജനിച്ച വ്യക്തികൾക്കും ആ സമൂഹത്തിനും ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിലൂടെ രക്ഷയുണ്ടെന്ന് വീണ്ടെടുപ്പുണ്ടെന്ന് ഹല്ലേലൂയ മറ്റുള്ളവർ അറിയാൻ കൂടിയാണ് ഹല്ലേലൂയ നവോമിയുടെ പേരിന് പകരം അവിടെ രൂത്ത് എന്ന പേര് ചേർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. നോക്കണേ, ദൈവത്തിന്റെ ആത്മാവ് രൂത്ത് എന്ന പേര് അവിടെ എഴുതി ചേർക്കപ്പെട്ടു. ഞാൻ
ഞാൻ പറഞ്ഞല്ലോ, ന്യായമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ യോബിനെ പോലെ നഷ്ടങ്ങൾ സംഭവിച്ച നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച നവോമിയുടെ പേരാണ് വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കുറിക്കേണ്ടത്. എന്നാൽ ഹല്ലേലൂയ അവിടെ രൂത്തിന്റെ പേര് കുറിക്കുവാനിടയായിത്തീർന്നു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ പാപത്തിന്റെ കീഴിലായിരുന്നു നിങ്ങളും ഞാനും. ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടല്ലേ ദൈവമക്കളെ നിങ്ങളും എന്റെ പേര് ഹല്ലേലൂയ ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതി തീർത്തത് അല്ലെ. ഹല്ലേലൂയ പാപത്തിലായിരുന്ന വ്യക്തിയായ നിങ്ങളും ഞാനും ഹല്ലേലൂയ രക്ഷകനാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന്, നമ്മുടെ വീണ്ടെടുപ്പുകാരനെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ ദൈവം ഇതിലെ പാപത്തിലായിരുന്ന നിങ്ങളെയും എന്നെ ഹല്ലേലൂയ വീണ്ടെടുപ്പ് നൽകി, രക്ഷാദാനമായി നൽകി. ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെയും എന്റെ പേര് ചേർത്തത്. ഹല്ലേലൂയ നമ്മൾ ആ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ. നോക്കണേ ഹല്ലേലൂയ എന്തുകൊണ്ടാണ് രൂത്തിന്റെ പേര് എഴുതിയത്? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പാപത്തിൽ നിന്ന് വന്ന തലമുറകൾക്ക് വിടുതൽ ദൈവത്തിൽ കൂടെ ഉണ്ട്. ഹല്ലേലൂയ പാപത്തിലായിരിക്കുന്ന ഏത് വ്യക്തിക്കും വീണ്ടെടുപ്പ് നൽകുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ രൂത്തിന്റെ മുറുകെ പറ്റി, അല്ലെങ്കിൽ രൂത്തിന്റെ വിശ്വാസമാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ പേര് അവിടെ കുറിക്കുവാനിടയായി തീർന്നത്. ദൈവമക്കളെ വിശ്വാസത്തിന് വേണ്ടി ആര് നിൽക്കുവാൻ തയ്യാറാണോ? ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ആര് തയ്യാറാണോ? ഹല്ലേലൂയ അവിടെ പേര് ദൈവം ചില ബുക്കുകളിൽ ചിലയിടങ്ങളിൽ എഴുതി കുറിക്കുന്ന ദിവസങ്ങളെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ നോക്കണേ രൂത്ത് ഹല്ലേലൂയ നവോമി രൂത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടു പോകണം. ഹല്ലേലൂയ നിങ്ങൾ എന്നെ വിട്ടു പോകണം, എന്റെ കൂടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ രൂത്ത് പോകുന്നില്ല. എന്നാൽ കൂടെയുള്ള ഓർപ്പ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നെങ്കിൽ പോലും, കുറച്ചു നേരം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അല്പനേരം കഴിഞ്ഞപ്പോൾ താനും പതിയെ പോകുവാനിടയായി തീർന്നു. എന്നാൽ രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ നീ ഇവിടെ പോകുമോ അവിടെ ഞാനും വരും. ഹല്ലേലൂയ നിന്റെ ദൈവം ഹല്ലേലൂയ എന്റെ ദൈവം. ഹല്ലേലൂയ നിന്റെ ജനം എന്റെ ജനം. ഹല്ലേലൂയ ആർക്കൊക്കെ പറയാൻ കഴിയും ദൈവം ഇതിലെ ഒരു അമ്മയുടെ ഹല്ലേലൂയ വിശ്വാസത്തെ കണ്ടുകൊണ്ട് ഒരു മരുമകൾ ഹല്ലേലൂയ അറിയാത്ത ദൈവത്തെ ഹല്ലേലൂയ അറിഞ്ഞുകൊണ്ട് അമ്മായിയമ്മ കാണിച്ചു കൊടുത്ത മാതൃക കാണിച്ചുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ഒരു മരുമകൾ പിന്നാലെ കടന്നു വരുന്നു. ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഭവനത്തെക്കുറിച്ച് ഒന്ന് നോക്കണേ. ഹല്ലേലൂയ നിങ്ങളുടെയും ഹല്ലേലൂയ അമ്മായിയമ്മമാരെ അമ്മായിയപ്പന്മാരെ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരെ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണോ? നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്നതാണോ? നിങ്ങളുടെ വിശ്വാസം മറ്റുള്ള വിശ്വാസത്തെ ഹല്ലേലൂയ ധൈര്യപ്പെടുത്തുന്നതാണോ? അവരുടെ വേദനഘട്ടങ്ങളിൽ, അവരുടെ ഇല്ലായ്മകൾ അവർക്ക് നഷ്ടമാകുമ്പോഴോ അവരുടെ നഷ്ടത്തിൽ നിങ്ങളുടെ വിശ്വാസം അവരെ ഉറപ്പിക്കുന്നതാണോ? അവർ ദൈവത്തോട് അടുപ്പിക്കുന്നതാണോ? ഹല്ലേലൂയ എങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഹല്ലേലൂയ അർത്ഥമുണ്ട്. ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അർത്ഥമുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പ് നൽകിയത് കൊണ്ട് അർത്ഥമുണ്ട്. ഹല്ലേലൂയ നോക്കണേ നവോമിയുടെ വിശ്വാസം കണ്ടതുകൊണ്ടല്ലേ ഹല്ലേലൂയ നഷ്ടങ്ങളിലും പതറിപ്പോകാതെ ദൈവത്തിൽ പിൻപറ്റിയത് കൊണ്ട് ആ ദൈവം മതി എനിക്കെന്നും എവിടെ പോയാലും ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനം നവോമി എടുത്തത് കൊണ്ടല്ലേ ഹല്ലേലൂയ മരുമകളായ രൂത്തും ആ തീരുമാനം തന്നെ എടുത്തത്. ഹല്ലേലൂയ നോക്കണേ പാപത്തിൽ നിന്ന് വന്ന തലമുറയിൽ നിന്ന് ഒരു സഹോദരി നമ്മുടെ ദൈവത്തെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ചു. അതല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തെ യഹോവയെ പിൻപറ്റിക്കൊണ്ട് യഹോവയുടെ വഴികളെ പിൻപറ്റിക്കൊണ്ട് ഹല്ലേലൂയ പോകുവാൻ ആഗ്രഹിച്ച് തീരുമാനമെടുക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സഹോദരി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ പാപത്തിലുള്ളവർക്കും ദൈവത്താൽ വീണ്ടെടുപ്പുണ്ട് എന്നുള്ള കാര്യം പറയുവാനും. രണ്ട് തന്റെ വിശ്വാസ മുഖാന്തരമാണ് ദൈവം അവിടെ നവോമിയുടെ പേര് കുറിക്കേണ്ടതിന് പകരം രൂത്ത് എന്നുള്ള പേര് ദൈവം എഴുതി ചേർത്തത്. ഹല്ലേലൂയ വിശ്വാസത്തിന് വേണ്ടി ആര് നിൽക്കുവാൻ തയ്യാറാണോ അവരുടെ പേരുകൾ ദൈവത്തിന്റെ ആത്മാവ് കുറിക്കാൻ പോകുന്നു. ചിലയിടങ്ങളിൽ ആരും മറന്നു പോകാതെ എന്നും ഓർക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പേരുകളും ഹല്ലേലൂയ കുറിക്കാൻ പോകുന്നു. ഹല്ലേലൂയ നോക്കണേ അങ്ങനെ രൂത്തിന് നവോമിക്ക് മാത്രമല്ല ഹല്ലേലൂയ നഷ്ടങ്ങൾ ഉണ്ടായത്. രൂത്തിന് നഷ്ടമുണ്ടായി, തന്റെ സ്വന്തം ഭർത്താവ് നഷ്ടമായി. ഹല്ലേലൂയ നവോമിക്ക് തന്റെ സ്വന്തം ഭർത്താവ് നഷ്ടമായി, മക്കളും നഷ്ടമായി. എന്നാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടിയിട്ട് ദൈവം അവരുടെ വിശ്വാസം കണ്ട് അവർക്ക് വേണ്ടി ദൈവം ഒരു നന്മ അല്ലെങ്കിൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനെ പിൻതലമുറക്കാരനെ ദൈവം ഒരുക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ യൂത്തിന് വേണ്ടി ഒരു ബോവസിനെ, ഒരു വീണ്ടെടുപ്പുകാരനായ ബോവസിനെ ദൈവം ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ ആ ബോവസിലൂടെ രൂത്തിനും ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരനെ, പുതിയൊരു വീണ്ടെടുപ്പുകാരനെ അല്ലെങ്കിൽ ഒരു തലമുറയെ ദൈവം നൽകുന്നു. നോക്കണേ ഹല്ലേലൂയ എവിടെ നഷ്ടമായി പോയി, എവിടെ ജീവിതം അവസാനിച്ചു പോയി എന്ന് ഇനി ഒരു സാധ്യതയില്ല എന്ന് നിങ്ങൾ വിധി എഴുതുന്നു. നിങ്ങളുടെ വിധികൾ എവിടെ കൊണ്ട് അവസാനിക്കുമോ അവിടെ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കോ. നിങ്ങളുടെ വിധികൾ എന്ന്
നിങ്ങൾ നിർത്തുവാൻ തയ്യാറാണോ, അന്ന് ദൈവം ആമേൻ ഹല്ലേലൂയ വിധിയെ മാറ്റി എഴുതുവാൻ തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ മാനുഷികമായ ചിന്തയിലൊക്കെ ചിലപ്പോൾ അവർ ചിന്തിച്ച് കാണാം, ഇനി ഒരു നന്മയില്ല, ഇനി ഒരു വീണ്ടെടുപ്പുകാരൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തെ പിൻപറ്റിയെങ്കിലോ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ കടന്നു വന്നു, ഇനി ഒരു സന്തോഷം ഉണ്ടാകത്തില്ല എന്നൊക്കെ ചിലപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ച് കാണാം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ പലപ്പോഴും ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വന്ന് ഈ രക്ഷയും കർത്താവിനെ സ്വീകരിച്ചിട്ട് ജീവിതത്തിൽ പലപ്പോഴും വേദനകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളും ഒന്ന് ചിന്തിക്കാം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഈ വേദന കൊണ്ട് മാത്രം അവസാനിക്കോ, ഇങ്ങനെ അങ്ങ് കടന്നു പോകുമെന്ന്, നമ്മുടെ വാഗ്ദത്തം നിവൃത്തിയാകത്തില്ലെന്നും ഹല്ലേലൂയ ചിലപ്പോൾ നമ്മൾ വിധി എഴുതാം. ഹല്ലേലൂയ. എന്നാൽ ദൈവവേദന ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ വിധിയെഴുത്ത് ഇവിടെ നിർത്തുന്നു, അവിടെ നിന്ന് ദൈവം വിധിയെഴുത്തുകൾ മാറ്റി എഴുതാൻ തുടങ്ങും. നമ്മുടെ ഹല്ലേലൂയ വിധിയെഴുത്തുകളെ കണക്കൂട്ടുകൾ ഇവിടെ നിർത്തുമ്പോൾ അവിടെ ദൈവം നമ്മുടെ കണക്കൂട്ടുകളെ മാറ്റി എഴുതും. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരത്തിനും ദൈവത്തിന്റെ വിചാരങ്ങളും ആമേൻ ഹല്ലേലൂയ ഒരുപാട് അന്തരംഗമുണ്ട്. ഹല്ലേലൂയ. വ്യത്യാസമുണ്ട്. ദൈവവേദന ഞാൻ പറയട്ടെ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മറുപടി തരുക, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ നിവർത്തീകരണം തരുക ദൈവത്തിന്റെ ആത്മാവ് ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. നോക്കണേ, വിശ്വാസത്തിൽ നിന്ന് അവൻ രൂത്ത് എന്ന വ്യക്തിക്ക് ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ നൽകുന്നു. അവൻ നവോമിക്കും ഹല്ലേലൂയ നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലോ അവൻ സ്വന്തം ഭവനത്തിൽ നിന്ന് അന്യദേശത്തിൽ പോയി ഹല്ലേലൂയ പരദേശിയ താമസിക്കേണ്ടി വന്നു. അവൻ ഭർത്താവ് നഷ്ടമായി, 2 ആൺമക്കൾ നഷ്ടമായി, അവൻ ഹല്ലേലൂയ നന്മകളൊക്കെ ചിലപ്പോൾ നഷ്ടമായി ഇരിക്കുമ്പോഴും ഹല്ലേലൂയ തനിക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം അവിടെ നൽകുവാനിടയായിട്ടുണ്ട്. ദൈവത്തിൽ ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ. അടുത്ത വാചകം എന്നെ ചിന്തിപ്പിച്ചത് ഹല്ലേലൂയ നവോമിക്കും ഹല്ലേലൂയ രൂത്തിനുമൊക്കെ അവർ വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി തീർന്നു. പ്രത്യേകാൽ പറയുന്നത് നവോമിക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ നവോമിക്ക് വേണ്ടിയും ജീവിതത്തിൽ ദൈവം ജനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അയൽവാസികൾ ദൈവത്തെ സ്തുതിക്കത്തക്ക വിധത്തിൽ, അയൽവാസികൾ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തപ്പെടുന്ന വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. നോക്കണേ, ഈ വീണ്ടെടുപ്പുകാരന്റെ ഗോത്രത്തെ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരന്റെ വംശാവലിയെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. ഹല്ലേലൂയ. രൂത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു തലമുറയിൽ നിന്ന് ഒരു വ്യക്തി സഹോദരി വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തെ പിൻപറ്റിയപ്പോൾ ഹല്ലേലൂയ ബോബോസ് എന്നുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ രൂത്തിനും നൽകുവാനിടയായി തീർന്നു. നോക്കണേ, എല്ലാം നഷ്ടമായി എന്ന് വിചാരിച്ച നവോമിക്ക് ഹല്ലേലൂയ രൂത്തിലൂടെയും വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്ന ബോബസിലൂടെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരൻ നൽകുവാനിടയായി തീർന്നു. അതാണ് ഓബേദ്. ഹല്ലേലൂയ. ആ ഓബേദിലൂടെ അടുത്തൊരു തലമുറയും പുറത്തു കൊണ്ടുവരുന്നു. അതാണ് ഇശായി. ഹല്ലേലൂയ. ആ തലമുറയിൽ നിന്നും വംശാവലിയിൽ നിന്നും ദൈവം അടുത്തൊരു ശക്തനായ ഒരു നേതാവിനെ, ശക്തനായ രാജാവിനെ പുറത്തു കൊണ്ടുവരുന്നു. അതാണ് ദാവീദ് രാജാവ്. ഹല്ലേലൂയ. നോക്കണേ, രൂത്തിൽ നിന്നും വീണ്ടെടുപ്പുകാരനായ ബോവസിലൂടെ ഓബേദ് വരുന്നു, ഓബേദിൽ നിന്ന് ഇശായി വരുന്നു, ഇശായിൽ നിന്ന് ദാവീദ് വരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ അവിടെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഹല്ലേലൂയ. ഞാൻ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും, ചിലവർക്ക് അത് മനസ്സിലാകത്തില്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ വിഭജന ചിന്ത ഒന്ന് മനസ്സിലാക്കണേ. ആമേൻ ഹല്ലേലൂയ നവോമിക്കും ഹല്ലേലൂയ രൂത്തിനും ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി തീർന്നു. ഓബേദ് എന്നൊരു വീണ്ടെടുപ്പുകാരനെ നൽകുവാനിടയായി തീർന്നു. വചനം പറയുന്നു, ആ വീണ്ടെടുപ്പുകാരൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ കഷ്ടകാലത്ത് നിന്റെ സമൃദ്ധി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിന്നെ സഹായിക്കുന്നവനെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരൻ തന്റെ ജീവിതത്തിൽ ദൈവം അയക്കുമ്പോൾ അത് മുഖാന്തരം മറ്റുള്ളവർ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തപ്പെട്ടതുപോലെ ഹല്ലേലൂയ നിങ്ങൾക്കും എനിക്ക് വേണ്ടി 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു വീണ്ടെടുപ്പുകാരൻ ജനിച്ചു. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരൻ നിങ്ങൾക്കും എനിക്ക് വേണ്ടി ജീവിച്ചു. ആ വീണ്ടെടുപ്പുകാരൻ എനിക്ക് നിനക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. പാർക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ഉപദേശങ്ങളും ആവശ്യമുള്ള നന്മകളും എല്ലാം നൽകി. ഹല്ലേലൂയ. അത് മാത്രമല്ല, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം നൽകി നമ്മുടെ പാപങ്ങളും വേദനകളും ശാപനങ്ങളൊക്കെ വഹിച്ചൊരു വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഇപ്പോഴും ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശു എന്ന വീണ്ടെടുപ്പുകാരൻ നമ്മുടെ ലൈഫിൽ കടന്നു
വന്നപ്പോൾ അയൽവാസികളിലൂടെ അയൽവാസികൾ നമ്മുടെ വിശ്വാസത്തെ കണ്ട്, നമ്മളെ വീണ്ടെടുപ്പുകാരനെ കണ്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കാരണമായി തീരുന്നുണ്ടോ? നമ്മുടേതായ വിശ്വാസം കൊണ്ട്, നമ്മുടേതായ തീരുമാനങ്ങൾ കൊണ്ട് ഇടയായി തീരുന്നുണ്ടോ? ദൈവം ഇതിലെ മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നോക്കണേ, നവോമിക്കും രൂത്തിനും ഒക്കെ വീണ്ടെടുപ്പുകാരനെ നൽകി. അതിൽ നിന്നാണ് ഒരു വീണ്ടെടുപ്പുകാരനെ യേശു ക്രിസ്തു കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ പാപത്തിലുള്ള വ്യക്തികൾക്കും വീണ്ടെടുപ്പ് നൽകുവാനായിട്ട് യേശു ക്രിസ്തുവിനെ ആ വംശാവലിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരിലൂടെയാണ് ദൈവമൈതലേ നിങ്ങൾക്കും എനിക്കും വീണ്ടെടുപ്പ് ലഭിച്ചത്. പാപത്തിലുള്ള തലമുറയിൽ നിന്ന് രൂത്തിന് വീണ്ടെടുപ്പുകാരിലൂടെ ഒരു വീണ്ടെടുപ്പ് ലഭിച്ചതുപോലെ പാപത്തിലായിരുന്ന നിങ്ങൾക്കും എനിക്കും ഹല്ലേലൂയ വീണ്ടെടുപ്പ് ദൈവം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ആ വീണ്ടെടുപ്പുകാരൻ മുഖാന്തരം ഈ യേശുവിനെ അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പുകാരനെ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ വീണ്ടെടുപ്പുകാരനുള്ള വിശ്വാസം മറ്റുള്ളവരെ വിശ്വാസത്തിൽ അടുപ്പിക്കുന്നതാണോ? നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പുകാരനെ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചപ്പോഴും നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഇപ്പോഴും ജീവിക്കുമ്പോഴോ വീണ്ടെടുപ്പുകാരൻ മുഖാന്തരം മറ്റുള്ളവർ ദൈവനാമത്തെ ഉയർത്തുന്നുണ്ടോ? ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നവോമിക്കും ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന രൂത്തിന് വേണ്ടി ദൈവം ബോവസ് എന്നൊരു വീണ്ടെടുപ്പുകാരനെ നൽകി. അവരിലൂടെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ ഓബേദിനെ നൽകി. ഓബേദിലൂടെ ഇശായിലൂടെ ദാവീദിലൂടെ യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമൈതലേ, നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് ലഭിച്ചു. ഹല്ലേലൂയ. ഈ കാരണം കൊണ്ട്, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് കിട്ടിയ ആ വീണ്ടെടുപ്പ് കാരണം നമ്മുടെ അയൽവാസികൾ, നമ്മളെ കാണുന്നവർ, നമ്മളെ വിശ്വാസത്തെ അല്ലാതെ നമ്മുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവർ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീരണം. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പുകാരനെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് കണ്ട് മറ്റുള്ളവർ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കാൻ ഇടയായി തീരണം. നോക്കണേ, നവോമിക്ക് ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയപ്പോൾ അയൽവാസികൾ ദൈവനാമത്തെ കുറിച്ച് സ്തുതിക്കുന്നതോ ദൈവത്തെ വാഴ്ത്തുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടെടുപ്പുകാരൻ മുഖാന്തരം ഒരു രക്ഷ ലഭിച്ചെങ്കിൽ, വീണ്ടെടുപ്പ് ലഭിച്ചെങ്കിൽ നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പും മറ്റുള്ളവർക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കുന്നതിനും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും ദൈവത്തിലുള്ള പ്രത്യാശ വർദ്ധിക്കുന്നതിനും കാരണമായി തീരണം. ഹല്ലേലൂയ. നോക്കണേ, നവോമിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നെങ്കിലും ദൈവം വീണ്ടെടുപ്പുകാരൻ നൽകി വീണ്ടെടുപ്പ് നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പാപത്തിൽ ജനിച്ചൊരു തലമുറയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു കളയാതെ തനിക്കും ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം ഒരുക്കി വെച്ചു. ഹല്ലേലൂയ. ദൈവപൈതലേ, ഞാൻ എന്ന് പറയട്ടെ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കടന്നു വന്ന് ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, പലതൊക്കെ നഷ്ടമായി, പല വേദനകളുടെ കടന്നുപോയെങ്കിലോ തളർന്നു പോകേണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ വാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു വീണ്ടെടുപ്പുകാരൻ മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തൊരു ദൈവം, നമ്മുടെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തൊരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് അയൽവാസികൾ പറയണം, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ വീണ്ടെടുപ്പുകാരൻ മുഖാന്തരം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നോ നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതാണെന്നും ഹല്ലേലൂയ മറ്റുള്ളവർ പറയാൻ ഇടയായി തീരണം. ദൈവത്തിലെ നമ്മുടെ വിശ്വാസം കൊണ്ട് യേശു എന്ന വീണ്ടെടുപ്പുകാരനിൽ നിന്ന് ലഭിച്ച വിശ്വാസം മറ്റുള്ളവരിലേക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി തീരണം. മറ്റുള്ളവരുടെ ഉള്ളിലും അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉളവാകുന്നതായി അല്ലെങ്കിൽ ജനിക്കുന്നതായി തീരണം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നവോമിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ കടന്നു വന്നു. എന്നാൽ ദൈവം ഹല്ലേലൂയ അവർക്ക് പിൻതലമുറക്കാരനെ ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകുവാനിടയായി തീർന്നു. രൂത്ത് തന്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം തനിക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തിലായിരുന്നു, എന്നാൽ ദൈവം നമ്മുടെ കൃപ നൽകി. ഹല്ലേലൂയ. രക്ഷദാനമായി നൽകി. വീണ്ടെടുപ്പ് നമുക്ക് ദൈവം നൽകിയത് കൊണ്ടല്ലേ ദൈവത്തിലെ ഇന്ന് നിങ്ങളും ഞാനും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ച രക്ഷ മുഖാന്തരം, നമ്മൾ ലഭിച്ച വീണ്ടെടുപ്പ് മുഖാന്തരം മറ്റുള്ളവരെ ദൈവനാമത്തെ ഉയർത്തുവാനിടയായി തീരണം, മറ്റുള്ളവർ ദൈവനാമത്തെ വാഴ്ത്തുവാനിടയായി തീരണം. ദൈവത്തിനും മഹത്വം ഉളവാക്കുന്നതായി തീരണം നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടേതായ വിശ്വാസ ജീവിതം. ഒരു നിമിഷം കടകളടയ്ക്കണം. കരുണാസമ്പന്നനും നിത്യനീതിമാനെ സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവത്തിന്റെ പാദപ്പെടുത്തലായിരിക്കാം ദൈവം നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
ദൈവമേ ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ട ദാസിയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ആവശ്യമന്ത്രത്തിലും ദൈവത്തിന്റെ കരം കൂടി വഴി നടത്തുമാറാകണമേ. ഒരു മുടക്കവും വരുത്തരുത്. ഈ ഗ്രൂപ്പിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പ് വളരെ അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. രഹസ്യമായ പരസ്യം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിലോ ദൈവത്തിന്റെ ആത്മാവ് മറുപടി സ്തോത്രം ചെയ്യുന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. ദൈവകൃപയിൽ അവരെ മറച്ചാട്ടെ. അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ ദൈവത്തിന്റെ കൃപയെ ഞങ്ങളെ മറച്ചാട്ടെ. അമ്മ ലോക സംഭവങ്ങൾ ലോകത്തിന്റെ അങ്ങയുടെ വരവിനെ കുറിച്ച് വിളിച്ചറിയിക്കുമ്പോൾ ഏത് സമയത്തായിരുന്നു അങ്ങയുടെ വരവിനെ കുറിച്ചാണെങ്കിൽ വരവിനെ കുറിച്ച് അമ്മ ഓർക്കുവാൻ അതിനുവേണ്ടി ഒരുങ്ങുവാനോ അമ്മ അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുമെന്ന് നിങ്ങളെ സഹായിക്കുമാറാകണമേ. അല്ല ഞങ്ങളുടെ മരണമാണെങ്കിൽ അമ്മ നിത്യതയിൽ കാണുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവർത്തനങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഒന്ന് കഴി ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. അമ്മേ സകലമായ നമുക്ക് അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. കർമ്മോളം കേട്ടിരുന്ന എല്ലാവരും നന്ദി അറിയിക്കുന്നു. അല്പസമയം ഹല്ലേലൂയ നീണ്ടുപോയി. അമ്മ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ മീറ്റിംഗിൽ ക്ഷണിച്ച പ്രിയപ്പെട്ടുള്ള അമ്മ ബഹുമാനപ്പെട്ട സിസ്റ്റർ അമ്മേൻ ഹല്ലേലൂയ റോസ് ലാൻഡിയോട് നന്ദി അറിയിക്കുന്നു. അമ്മേൻ അതുപോലെ തന്നെ എന്നെ ശ്രദ്ധയോട് കേട്ട എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. God bless you all.